ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നവാബ് ഷെരീഫ്. ഞാനുള്ളത് മലപ്പുറം കോട്ടക്കുന്നിലാണ്. 5-8 മാസങ്ങൾക്ക് ശേഷം നമ്മൾ കോട്ടക്കുന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് ടിക്കറ്റ് കൊടുത്തു തുടങ്ങും, 10 രൂപ ടിക്കറ്റ്. അപ്പോൾ ഞാനിവിടെ മോർണിംഗ് വാക്കിങ്ങിന് വരുന്ന ഒരാളാണ്. ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ വരുന്ന ആളാണ്. അപ്പോൾ ഇതുവരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ലായിരുന്നു, പുറത്തായിരുന്നു ആളുകൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ 2 ദിവസം മുന്നേ ഇത് കോട്ടക്കുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ആക്കിയിട്ടുണ്ട്. 10 രൂപയാണ് ടിക്കറ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടക്കുന്ന് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ചെടികൾ, പൂക്കളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ വളർന്ന് വലിയ കാട് പോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അവിടെ ഉള്ളത്. അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കോട്ടക്കുന്നിന് 2 ഗേറ്റുകളാണുള്ളത്. ഒന്ന് വണ്ടി കയറിയിട്ട് നമുക്ക് മുകളിലെത്താം, പിന്നെ ഒരു ഗേറ്റ് താഴെയുണ്ട്. ആ ഗേറ്റിൽ നിന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട്. ഇങ്ങനെ നടന്ന് ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുണ്ട്. ഈ സ്റ്റെപ്പുകൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളാണ്, ചെടികൾ, ഇങ്ങനെ മരങ്ങൾ. ഓക്കെ, ആദ്യം ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ അങ്ങനെ കാടൊക്കെ മൂടി കാണുമ്പോൾ തന്നെ ഭയങ്കര ഐശ്വര്യമാണ്. ഓക്കെ, ഇതൊരുപാട് കയറാനുണ്ട് സ്റ്റെപ്പുകൾ. ഇതിൻ്റെ മുകളിൽ ഒരു പാർക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 2 ആഴ്ച മുന്നേ ഉദ്ഘാടനം കഴിഞ്ഞാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചതാണ്. അവിടെ ഭയങ്കര പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇന്ന് കയറാൻ തീരുമാനിച്ചത്. ആദ്യമൊക്കെ രാവിലെ നടക്കാൻ വരുന്ന ആളുകൾക്ക് ഇവിടെ ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പോൾ ടിക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. 10 രൂപ ടിക്കറ്റാണ്. രാവിലെ 8 മണിക്ക് തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നടന്നു നോക്കാം. സ്റ്റെപ്പുകൾ തുടങ്ങി കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പാണ്. ഇപ്പോൾ രാവിലെ വാക്കിങ്ങിനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വളരെ നല്ല ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള എക്സസൈസുകൾ ഇവിടെ ചെയ്യാൻ പറ്റും. നടക്കുകയാണെങ്കിൽ തന്നെ നല്ല ഇൻറ്റൻസിറ്റി അവിടെ. അപ്പോൾ നേരം നമ്മൾ ഓടുകയാണെങ്കിൽ പറയണ്ടല്ലോ, ഇങ്ങനെ സ്റ്റെപ്പ് മുകളിൽ വരെ സ്റ്റെപ്പാണ്. അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തെത്തും കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ പ്രൈവറ്റായിട്ട് നല്ലൊരു ഫ്രീ ഏരിയ കിടക്കുകയാണ്. അങ്ങനെ എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയയാണ്. അതിലൂടെ താഴത്തേക്ക് ഒരു ചെറിയ വഴിയൊക്കെ ഉണ്ട് നടക്കാൻ പറ്റിയിട്ടുള്ള. ആ വഴി നമ്മളെ ഈ ഒരു കയറി വന്ന വഴിയിലേക്കാണ് അത് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ കയറി വരുമ്പോൾ പല ആളുകളും ക്ഷീണിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലാണ് നമുക്ക് കാണാനുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ, നമ്മൾ വന്ന വഴി കേട്ടോ. നമ്മളിതിൻ്റെ മുകൾക്ക് വരുമ്പോഴാണ് മലപ്പുറത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമ്മൾ കാണണം കേട്ടോ. എൻ്റെ മൊബൈലിൽ അത്ര സൗന്ദര്യം കാണില്ല, കാരണം എൻ്റെ ക്യാമറ ഭയങ്കര മോശമാണ്. എല്ലാവരും പറയുന്നതാണ്, വീഡിയോ എടുക്കുമ്പോൾ മര്യാദ എടുക്കാൻ. ഓക്കെ, ഇതിൻ്റെ മുകൾക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് ഇവിടെ. ഇതൊക്കെ പഴയ തന്നെയാണ്, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള അങ്ങനെ ഓരോ മന്ദിരങ്ങൾ കണ്ടോ. വണ്ടി കണ്ടോ. നമ്മളിതിൻ്റെ മുകളിലേക്ക് വരണമെങ്കിൽ നടക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, വണ്ടി കയറാനുള്ള ഗേറ്റ് വേറെ ഉണ്ട്. ഓക്കെ, അതുപോലെ ഫുഡൊക്കെ മേടിച്ച് കഴിക്കണമെങ്കിൽ ഇവിടെ കടകളുണ്ട് കണ്ടോ. ഉള്ളിവട, പരിപ്പ് വട, എല്ലാ സാധനവും ഇവിടെ കിട്ടും. ഇപ്പോൾ ഓപ്പണല്ല, ഇത് മര്യാദയ്ക്ക് ഓപ്പണായി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. കാരണം എൻ്റെ ബാക്കിൽ നിങ്ങൾ മരങ്ങൾ കാണുന്നുണ്ടോ. മരങ്ങളല്ല, ചെടികൾ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള ഉണ്ടാവും, കാറ്റാടി പോലത്തെ മരങ്ങൾ. ഓക്കെ, ഇതിന് നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ. കാരണം ഇവിടെ സൈലൻ്റ് ഏരിയയാണ്. പിന്നെ ഇതിനുള്ളിൽ കയറുമ്പോൾ എനിക്കെന്ത് തോന്നുന്നത് അറിയോ, നമ്മൾ ഈ മറൈൻ ഡ്രൈവിൽ, എറണാകുളത്ത് മറൈൻ ഡ്രൈവിൻ്റെ അടുത്തൊരു പാർക്കുണ്ടല്ലോ, അതിലൂടെ നടക്കുന്ന ഫീലാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. വണ്ടികളെ സൗണ്ടോ മറ്റുള്ള സൗണ്ടുകളോ ഒന്നുമില്ല. ഇപ്പോൾ മറൈൻ ഡ്രൈവ് പോലത്തെ അവിടെ ഉള്ള പാർക്കുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ക്രൗഡാണ്, വണ്ടിയും. അപ്പോൾ ഒരു സുഖം കിട്ടും. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ടും നല്ല ഒരു ഒരു മനസ്സുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇവിടെ ഒരു കൂട് കാണുന്നുണ്ടെങ്കിൽ, ഈ പച്ചക്കൂട്, അതിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. ഞാനിതിൻ്റെ മുകളിൽ നടന്നു പോയി പാട്ട് ഇങ്ങനെ കേൾക്കുന്നത്, എവിടെ നിന്ന് കേൾക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അടുത്ത് വരുമ്പോഴാണ് സംഭവം കാണുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ ബോക്സുകളാണ്, അതുപോലത്തെ ഒരുപാട് കുറ്റികളുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ബോക്സുകളുണ്ട് കേട്ടോ, ഇങ്ങനെ കൂട്ടിലേ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സിഗ്സാക്ക് പോലെ ഇങ്ങനെ നടപ്പാതകൾ ഉണ്ട്. അപ്പോൾ കുറേ നടക്കാനുണ്ട് നമുക്ക്. കോട്ടക്കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ നടന്ന് നമുക്ക് ഒരു സൈഡിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. പണ്ടൊക്കെ ആളുകൾ ഇവിടെ വന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കും. വൈകുന്നേരം നേരത്തെ ഇവിടെ വന്നിട്ട് ഇരിക്കുക. ചിലർ വണ്ടി പഠിക്കും, ചിലവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമേ വരും. എന്നാൽ ഇവിടെ നിറച്ച ആൾക്കാരാവും.
ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് പാർക്ക് ബന്ദ് ചെയ്തു, അതുകൊണ്ട് എല്ലാം സ്റ്റോപ്പായി. ഇപ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കോട്ടക്കുന്നുള്ള ഈ ഒരു പാർക്കേ നമ്മളെ മലപ്പുറക്കാർക്ക് എന്താ പറയുക, ഇപ്പോൾ ആരെങ്കിലും മീറ്റ് ചെയ്യണമെങ്കിൽ എന്താ പറയുക, അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണമെങ്കിലൊക്കെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പാർക്കാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലേക്ക് എടുത്തു പറയാൻ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു ഏരിയ ഉള്ള പാർക്കാണ്. എക്സസൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ചെറിയ ചെറിയ പാർക്കുകൾ, സീസോ പോലത്തെ ആക്ടിവിറ്റികൾ ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ അഡ്വഞ്ചറായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് നമ്മൾ അഡ്വഞ്ചർ പാർക്ക്, ഡയറിൻ അഡ്വഞ്ചർ പാർക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. ഇതാണ് ടയർ കണ്ടോ, റോപ്പിൽ കെട്ടി തൂക്കിയിട്ടിട്ടൊക്കെയാണ്, അതിൻ്റെ ഉള്ളിലൂടെ നടക്കുക. അതുപോലെ ഇവിടെ ഒരു കൂടുണ്ട്, ഇതുപോലൊരു കൂട് ഇപ്പുറത്തുമുണ്ട്, ഒരു 70-80 മീറ്റർ അപ്പുറത്ത്. അതിലേക്ക് ലൈന് വലിച്ച് കെട്ടിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് സിബ് ലൈൻ അല്ലെങ്കിൽ റിവർ ക്രോസ് പോലത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റി ആവും ഇവിടെ. പിന്നെ വേറെ ഉള്ളത് ഫുട്ബോളുണ്ട്, ആർട്ടിഫിഷ്യൽ വാൾ ക്ലൈമ്പിംഗ് ഉണ്ട്, റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. ഇതിൻ്റെ മുകളിൽ വന്നാൽ ഉള്ള മറ്റൊരു കാഴ്ചയാണ് ചിൽഡ്രൻസ് ട്രാഫിക് പാർക്ക്. ഓക്കെ, കുട്ടികൾക്കുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസ് ഇതുണ്ടോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, തീവണ്ടികൾ, ബസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനുള്ളിൽ. നമ്മൾ കോട്ടക്കുന്ന് എല്ലാം കൊണ്ട് തികഞ്ഞ ഒരു പാർക്ക് തന്നെയാണ്. ഇപ്പോൾ ഒരു ഫാമിലി വരികയാണെങ്കിൽ, കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ പാർക്കുകളുണ്ട്. വലിയ ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ നടക്കാനാണെങ്കിൽ നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതുപോലെ ഇരിക്കാനാണെങ്കിൽ ഒരുപാട് ഇരിപ്പിടങ്ങൾ, മരത്തിൻ്റെ ചുവട്ടിൽ വേണമെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിൽ, അല്ലാതെ വേണമെങ്കിൽ അല്ലാതെ. പിന്നെ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ ചായ, കോഫി, സ്വീറ്റ് കോൺ, ഐസ്ക്രീം, എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. അതുപോലെ ഇപ്പോൾ സിനിമ കാണണമെങ്കിലൊക്കെ ഉണ്ടോ 16D ഫിലിം. അപ്പോൾ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ, ഒരു 4-5 മിനിറ്റ് ഉള്ള ഒരു പ്രോഗ്രാമാണ്, ഭയങ്കര രസമാണ്. അതുപോലെ ഇവിടെ വേറെ ഈ കണ്ണാടിൻ്റെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, മിററിൻ്റെ. അപ്പോൾ ക്യാമറയിൽ ശരിക്കും കാണില്ല ഇതൊന്നും. ഇവിടെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ മുകളിലുണ്ട്. അതുപോലെ ഹൗസ് ഓഫ് ഹൊറർ, പേടിപ്പെടുത്തുന്ന വീഡിയോസൊക്കെ ഈ കാരണം 16D ഫിലിമിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഭയങ്കര ത്രില്ലാണ്. 5 മിനിറ്റ്, എനിക്ക് കൊണ്ട് 5-10 മിനിറ്റിൻ്റെ ആക്ടിവിറ്റി ഒരു പ്രോഗ്രാമാണ്, വീഡിയോ പ്രോഗ്രാം. ഇതാണ് കോട്ടക്കുന്നിൻ്റെ മുകളിലുള്ള ഗാർഡൻ. ഇതിന് ഉള്ളിലേക്ക് ഇപ്പോൾ ഗേറ്റ് ഓപ്പൺ അല്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ഈ ഒരു പ്ലാൻ ഉണ്ടോ, അങ്ങനെ ഈ ലവ് ചിഹ്നം പോലത്തെ പ്ലാൻ, അതിൻ്റെ മുകളിൽ ചെടി വെച്ച്, അപ്പോൾ അതിങ്ങനെ ഒറ്റ ലൈനിൽ കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പൂവുകളുണ്ട്, എല്ലാ ചെടിയിലും പൂവുകളുണ്ട് കേട്ടോ. ഇത് ഈ പാർക്കിൻ്റെ ഔട്ടർ ലൈനാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മല്ലികപ്പൂ പോലത്തെ ഒരുപാട് ചെടികൾ, കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ലൈന് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിരുന്നു. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ രസമുണ്ട് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, അവിടെ ഒരു റൗണ്ടാണ് ശരിക്ക്, മൊബൈലിൽ കാണിക്കാൻ പറ്റണില്ല. ഓക്കെ, ഇത് മഞ്ഞ നിറത്തിലുള്ള പൂവാണ്. ഈ പാർക്കിൻ്റെ ഓരോ സൈഡിൽ ഓരോ തരത്തിലാണ് പൂക്കളും ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കോട്ടക്കുന്ന് ഗാർഡൻ. ഈ ഗാർഡനാണ് എനിക്ക് തോന്നുന്നത് 2-3 ആഴ്ച മുന്നേ ഉദ്ഘാടനം കഴിഞ്ഞത്. ആളുകൾ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് ഇവിടുത്തെ മരങ്ങൾ, ചെടികളൊക്കെ നല്ല വൃത്തിയായിട്ട് വളരുകയാണ്. അത് മാത്രമല്ല ഇവിടെ ഭയങ്കര കെയറിങ് ആട്ടോ, ചെടികളും അതുപോലെ മരങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ സൈഡിൽ കണ്ടോ എന്താണ് ക്രേസി റേസർ, കുട്ടികൾക്കുള്ള കാർ ഗെയിമാണ്. ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പൂട്ടി കിടക്കുകയാണ്, അതൊക്കെ ഓപ്പൺ ആവട്ടെ അപ്പോൾ കാണാം. സത്യം പറഞ്ഞാൽ കോട്ടക്കുന്ന് ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക ഉള്ള ഒരു സ്ഥലമാണ് കോട്ടക്കുന്ന്. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോട്ടക്കുന്ന് പാർക്കിൻ്റെ താഴെ നമ്മുടെ ഡ്രീം വേൾഡ്, അതുപോലെ വീഗലാൻഡൊക്കെ പോലത്തെ ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ നല്ലൊരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. വർഷത്തിൽ ഓണം, ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ 10 ദിവസം പ്രോഗ്രാമുകളുണ്ടാവും. എന്താ പറയുക, നാടകം, അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടുകൾ, ഫിലിം സോങ്ങുകളൊക്കെ ഉള്ള എന്താ പറയുക
പ്രോഗ്രാമുകൾ ഉണ്ടാകലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോകും കേട്ടോ. ഇനി ഞാൻ കോട്ടക്കുന്ന് ഇറങ്ങാൻ പോകുന്നു, ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.